നീതിയും ജീവിത തത്വങ്ങളായിട്ടംഗീകരിച്ചും ഓരോ അണുവിലും ദേവാനിൻ സങ്കൽപ്പം ഓതാൻ കഴിഞ്ഞും അതിൽ ലയിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനും കാരണമായുള്ള തമ്പുരാനേ. ഓരോ യൂണിയനും 2 പ്രാവശ്യം ഒരു വർഷത്തിൽ വിളിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ വാർഷിക പൊതുയോഗം ഒന്ന് വിളിക്കും. വീണ്ടും നമ്മൾ 2 പ്രാവശ്യം വിളിക്കണമെന്ന് പറയണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ പ്രവർത്തക യോഗം വിളിക്കാം. കാരണം നമ്മുടെ പ്രവർത്തനത്തിൽ എപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ മന്ദീഭവനം വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് പ്രവർത്തക സമ്മേളനം വിളിക്കാം. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട്, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തക സമ്മേളനം വിളിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകരെയാണ്, കരയോഗ പ്രവർത്തകരെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഖജാൻജി, യൂണിയൻ പ്രതികൾ, ഇലക്ട്രോ മെമ്പർ, അങ്ങനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. പല കരയോഗങ്ങളിലും പ്രസിഡൻറ്റിനും സെക്രട്ടറിയും തന്നെ ആവാം യൂണിയൻ പ്രതികളും ഇലക്ട്രോ മെമ്പറും ഒക്കെ ആകുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്നത്തുനാട് താലൂക്ക് NSS യൂണിയനെ സംബന്ധിച്ച്. കാരണം നമ്മുടെ ഈ 60 താലൂക്ക് യൂണിയനുകളാണ് നമുക്കുള്ളത്. ഈ 60 താലൂക്ക് യൂണിയനുകളിലും വച്ച് വളരെ നല്ല രീതിയിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സമുദായ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്താണോ ആവശ്യം, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആവശ്യം, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് കുന്നത്തുനാട് താലൂക്ക് NSS യൂണിയൻ. അതിന് നമ്മുടെ കരയോഗ പ്രവർത്തകരുടെയും സമുദായ അംഗങ്ങളുടെയും എല്ലാവിധ അകമഴിഞ്ഞ പിന്തുണയും നമുക്കുണ്ടാകാറുണ്ട്. ഇന്നത്തെ ഈ പ്രവർത്തക യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കരയോഗങ്ങളിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ അനുമോദിക്കുക എന്നുള്ളത്. നമ്മളെല്ലാ 5 വർഷം കൂടുമ്പോഴും ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ നടത്തി വരാറുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നായർ വിഭാഗത്തിൽ നിന്നും പല സമയത്തും നമുക്കറിയാം, കഴിഞ്ഞ പല വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും നായർ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് നടക്കുകയുണ്ടായി. എൻ്റെ അടുത്തും 2-3 രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ നായർ വിഭാഗത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളെ കിട്ടുമോ എന്ന് ചോദിച്ചു വരികയുണ്ടായി. പക്ഷേ നമ്മുടെ നായർ വിഭാഗത്തിലുള്ള വനിതകളും പുരുഷന്മാരും അടക്കം പലരും വിമുഖത പ്രകടിപ്പിച്ച ഒരു സാഹചര്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. നമ്മളെപ്പോഴും എല്ലാ കരയോഗങ്ങളിലും പോയി സംസാരിക്കും. നമ്മുടെ ആൾക്കാർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം, അതിലൊരു വിമുഖത കാണിക്കരുത് എന്ന് പല കരയോഗങ്ങളിലും പറയാറുണ്ടെങ്കിലും നമ്മളത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നായർ വിഭാഗത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചവരെ നിങ്ങളുടെ മുന്നിൽ നിന്ന് അനുമോദിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം നമ്മളൊരു സന്ദേശമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. നമ്മളെല്ലാം പിന്നോട്ട് മാറി നിൽക്കാതെ മുന്നോട്ട് കുതിച്ചു വരുന്നതിനുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ജനപ്രതിനിധികളെ ആദരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ഈ പ്രവർത്തക യോഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സെക്രട്ടറി രാജഗോപാൽ പറഞ്ഞു, നമ്മുടെ പ്രവർത്തക യോഗം നടത്തുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കഴിഞ്ഞ പരിപാടികളിലുണ്ടായ അഭിപ്രായങ്ങൾ നമ്മുടെ കരയോഗ അംഗങ്ങളിൽ നിന്നും ആരായുകയും കൂടിയാണ് ഈ ഒരു പ്രവർത്തക യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താലൂക്ക് യൂണിയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട്
8 വർഷമായിട്ട് ഞങ്ങൾ ഈ നേതൃത്വത്തിലിരിക്കുകയാണ്. വിവിധ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ വിഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കുന്നത്തുനാട് താലൂക്കിലെ 15 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ കുറച്ച് മെമ്പേഴ്സുമാണ് ഉള്ളത്. പലപ്പോഴും ജനറലായിട്ടുള്ള നമ്മളുടെ സംസാരം, മനുഷ്യരുടെ സംസാരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും രാഷ്ട്രീയക്കാരെ വെറുതെ കുറ്റം പറയുകയാണ്. ശരിയല്ലേ? വെറുതെ കുറ്റം പറയുക. അവർ ചെയ്തത് ശരിയല്ല, ഇവർ ചെയ്തത് ശരിയല്ല, ആരും ചെയ്യുന്ന ഒന്നും ശരിയല്ല. എന്നാൽ ഈ പറയുന്നവരാരെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുവാനോ എന്ന ഈ പറയുന്ന രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനോ തയ്യാറാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഇന്ന് നമ്മളിവിടെ വിളിച്ചിരുത്തിയിരിക്കുന്ന 25 പേരുടെ പ്രാധാന്യം. അവർ സധൈര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അവരെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈ ജനാധിപത്യ യുഗത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണ്ടേ? ഇല്ലാതെ എന്തെങ്കിലും നടത്താൻ പറ്റുമോ? നായർ സർവീസ് സൊസൈറ്റിയെ പോലെ ഇത്ര വലിയ സംഘടനകൾക്ക് പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റുകൾക്ക് ഒരു ലിമിറ്റുമില്ല. അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുവാനും അവർക്ക് കഴിവുണ്ട്. അങ്ങനെയുള്ള ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുവാൻ നമ്മളുടെ അംഗങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് വിജയശ്രീലാളിതരായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അവിടെയാണ് അവരുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. കരയോഗ പ്രവർത്തനത്തിലാണെങ്കിലും ശരി, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ കരയോഗങ്ങളിലും അതിൻ്റെ അതിർത്തിക്കുള്ളിൽ അല്ല സമീപ പ്രദേശത്ത് വരുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക്, മുനിസിപ്പൽ ഭാരവാഹികൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ സമുദായാംഗങ്ങൾക്കും സമൂഹത്തിനും വേണ്ട പ്രയോജനങ്ങൾ നമുക്ക് പൂർണ്ണമായി ചെയ്തു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ 1249 നോർത്ത് മഴുവന്നൂർ NSS കരയോഗത്തിലെ സ്വയം സഹായ സംഘത്തിൻ്റെ പ്രവർത്തക കൂടിയാണ് അമൃത സനൂപ്. ശകുമാർ അവറുകൾ. നല്ലൊരു കയ്യടി എല്ലാവർക്കും നൽകണം. വൈസ് പ്രസിഡന്റ് ശ്രീ CS രാധാകൃഷ്ണൻ അവറുകൾ. നന്ദി ശ്രീ റെജി. സിന്ധു അരവിന്ദ് നിറസാന്നിധ്യമായ ശ്രീമതി മായ കൃഷ്ണകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിരുന്നു. ശ്രീമതി ഗിരിജ ഗോപിനാഥ്.
വളരെയധികം സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ എനിക്ക്. ഞാനും ഇതിനു മുൻപുള്ള അവസരത്തിൽ 5 വർഷവും ഒരു ജനപ്രതിനിധിയായിരുന്നു. ഇപ്പോഴും വീണ്ടും ഞാൻ തുടർന്നു വന്നിരിക്കുന്നു. എങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു അംഗീകാരം നമ്മളുടെ NSS താലൂക്ക് യൂണിയനിൽ നിന്നും കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. എന്തോ ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. NSSൽ നിന്നും തന്നെയാണ് എൻ്റെ പ്രവർത്തന ഉണർവും ഈ ഉന്നമനത്തിനുള്ള ചവിട്ടടിയും എന്നുള്ളത് ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. 18 വയസ്സ് മുതൽ, ചെറുപ്പം മുതൽ NSSൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബം NSSുമായി വളരെ അടുത്ത് തന്നെയാണ് പോകുന്നത്. 10 വയസ്സിൽ ചേരാനെല്ലൂർ NSS കരയോഗത്തിൻ്റെ കീഴിൽ ചേരാനെല്ലൂർ ശിവ ഭഗവാന്റെ അമ്പലത്തിൽ നാടകം NSSൻ്റെ കീഴിൽ തന്നെ അഭിനയിക്കുവാനും എനിക്കൊരവസരം തന്നു. അതും നമ്മളുടെ ആചാര്യൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, ആചാര്യൻ്റെ ഒരു അനുഗ്രഹം തന്നെ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു സന്തോഷമാണ്. ഇവർ പറഞ്ഞു, ഞാനിവിടെ ബാക്കിലാണ് ഇരുന്നത്, അപ്പോൾ രാധാകൃഷ്ണൻ്റെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു 52-98 തൃക്കേപ്പാറ NS കരയോഗത്തിൻ്റെ ബാലസമാജം കുട്ടികളുടെ പ്രവർത്തനങ്ങളെ പറ്റി. അപ്പം നമ്മുടെ സമുദായത്തെ അല്ലെങ്കിൽ നമ്മുടെ NSSനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വികാരമാണ്. കാരണം ഞാൻ നാരായണചേട്ടനൊപ്പം 1 വർഷം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ്. തൃക്കേപ്പാറ NS കരയോഗത്തിൽ 10 വർഷം സെക്രട്ടറിയായി ആ കരയോഗത്തിന് രൂപം കൊടുത്ത ആളാണ്. പക്ഷെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാത്രം ഒഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തകനായി നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. നേതൃസംഗമം, അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ ഇത്രമാത്രം പ്രോഗ്രാംസ് നടത്തി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ 99-ൽ 95 കരയോഗങ്ങളാണ് നമുക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ആ 95 കരയോഗങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് യൂണിയൻ ഉണ്ടോ ഇല്ലയോ എന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ എന്താണ് പ്രശ്നം. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സ്റ്റേജിലിരിക്കേണ്ട ആളായിരുന്നു. അദ്ദേഹം ഈ സ്റ്റേജിലില്ല. കൈലി ഉടുത്ത് അടുക്കളയിൽ നിങ്ങൾക്ക് പാചകത്തിന് നേതൃത്വം നൽകുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങി കറിക്കരിഞ്ഞ് ഭക്ഷണം തയ്യാറാക്കിയത് യൂണിയനിലെ കമ്മിറ്റി മെമ്പേഴ്സും പഞ്ചായത്ത് കമ്മിറ്റി മെമ്പേഴ്സും വനിതാ യൂണിയൻ കമ്മിറ്റി മെമ്പേഴ്സും കൂടെയാണ്. ഞങ്ങൾ എത്ര ഭംഗിയായിട്ട് നിങ്ങളെ സേവിക്കാൻ, ഇവിടെ എന്ത് കാര്യങ്ങളും നടപ്പാക്കാൻ തയ്യാറായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇതിനോട് പൂർണ്ണമായി, വന്നിട്ടുള്ളവരെ അല്ല ഞാൻ പറയുന്നത്, വരാത്തവരെ സംബന്ധിച്ചാണ്, സഹകരിക്കുന്നില്ല? നമ്മളത് ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാ, വേറെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പം എൻ്റെ ഒരു രീതി എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് സമയമുണ്ട്, ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കാൻ അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയല്ലേ വേണ്ടത്? എനിക്ക് വേറെ പണികളുണ്ടെങ്കിൽ ആ പണികൾക്ക് പോകാം. എൻ്റെ ആരെങ്കിലും 10 പേരോട് ഞാൻ യൂണിയൻ പ്രസിഡൻ്റാണ്, ബോർഡ് മെമ്പറാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ ഈ പദവിയിലിരിക്കാൻ ഒരിക്കലും ഞാൻ യോഗ്യനല്ല. അങ്ങനെ നമ്മുടെ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ പ്രവർത്തനം ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നായർ സർവീസ് സൊസൈറ്റി കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ്റെ കീഴിൽ എന്തെല്ലാം പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പം 75ാം വർഷവും കൂടിയാണ്. നമ്മൾ ഒരാൾക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കുറേ അപേക്ഷകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ അപേക്ഷകളിൽ ഏറ്റവും യുക്തമായ, ഏറ്റവും അർഹനായ ആൾക്ക് നമ്മൾ ആ ഭവനം നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട്
വിഷൻ C+ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഈ വർഷം നമ്മളതൊന്ന് മാറ്റി പഠിക്കുകയാണ്. വിഷൻ C+ 9ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികളെ മുഴുവനോടെ നിങ്ങളിവിടെ എത്തിച്ചു തരണം. അവർക്ക് 1 വർഷം നീളുന്ന 10ാം ക്ലാസ്സിൽ 1 വർഷം നീളുന്ന കോച്ചിങ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മാത്രം മിടുക്കരായതുകൊണ്ട് അവരെങ്ങും എത്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാതെ പഠനത്തിൽ മാത്രം മിടുക്കന്മാരോ മിടുക്കികളോ ആയതുകൊണ്ട് ഒരു ഉദ്യോഗവും അവർക്ക് കിട്ടില്ല. കിട്ടണമെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസിലും മിടുമിടുക്കരാണെങ്കിൽ മാത്രമേ അവരെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകാനാണെങ്കിലും അതുപോലെ തന്നെ അതിനുശേഷം ജോലിക്കാണെങ്കിലും സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, നമ്മളുടെ കുട്ടികളുടെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷൻ C+ എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ തുടങ്ങിയത്. ഞാൻ ഒരുപക്ഷെ ഇപ്പം കേട്ടിട്ടുള്ളവരുണ്ടായിരുന്നു. വളരെ ലഘുവായിട്ട് പറയാം, നമ്മളിവിടെ പലപ്പോഴും പ്രോഗ്രാംസ് നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ കയറാനോ 2 വാക്ക് സംസാരിക്കാനോ ആൾക്കാരെ അഭിമുഖീകരിക്കാനോ പ്രാപ്തരല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ ഈ വിഷൻ C+ എന്ന പ്രോഗ്രാമായിട്ട് ഇറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും കരയോഗ പ്രവർത്തകരാണ്. നമ്മളുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്? നമ്മുടെ സമുദായത്തിനെയും സമൂഹത്തെയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ? അത് നമ്മൾ കുട്ടികളിൽ നിന്ന് തന്നെ വേണ്ടേ തുടങ്ങാൻ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ വിഷൻ C+. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വന്നിട്ടുള്ള കരയോഗങ്ങളിലെ ഭാരവാഹികളോട് ഒന്നാമതായി പറയുവാനുള്ളത്, നിങ്ങളുടെ കരയോഗങ്ങളിൽ ഈ വർഷം 9ാം ക്ലാസ് എഴുതിയ പരീക്ഷ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുഴുവൻ പേരുടെയും ലിസ്റ്റും അവരുടെ മാതാപിതാക്കൾ രക്ഷകർത്താക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേരും ഫോൺ നമ്പരും യൂണിയനിൽ എത്തിച്ചേരണം. നമ്മളിവിടെ നിന്ന് വിളിച്ചോളാം അവരെ വിളിച്ചു പറഞ്ഞ് ആ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രാധാന്യം ഞങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തിക്കോളാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് കരയോഗങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ കരയോഗവും ഹെഡ് ഓഫീസും തമ്മിലുള്ള ലിങ്ക് മാത്രമാണ്. അവിടെ നിന്ന് വിട്ടിട്ടാണ് നിങ്ങളിൽ ഓരോരുത്തരുമായിട്ട് ഞങ്ങൾ ഇറങ്ങി വരികയാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുന്നത്തുനാട് താലൂക്ക് യൂണിയനെ മുഴുവൻ കരയോഗങ്ങളിലെയും മുഴുവൻ കുട്ടികളെയും ഉയർത്താനായിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാവുമ്പോൾ പോലും കരയോഗങ്ങൾ കൂടെ നിന്നില്ല എങ്കിൽ പിന്നെ എന്ത് കരയോഗ പ്രവർത്തനം? ഞാൻ വിമർശന ബുദ്ധിയാ പറയുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? എതിർത്തിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഞാൻ വിഷൻ C+ൻ്റെ കാര്യം പറഞ്ഞു. പുതുതായിട്ട് നമ്മൾ ഇപ്പോൾ പലപ്പോഴും പല കരയോഗങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം ചെറുപ്പക്കാരുടെ അഭാവം എന്നാണ് പല കരയോഗത്തിലും പറയുന്നത്. കാരണവന്മാർ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? കരയോഗത്തിന് ചെറുപ്പക്കാരെ ആകർഷിക്കുവാനുള്ള പ്രോഗ്രാംസ് ഇല്ലാത്തത് കൊണ്ടല്ലേ? നമ്മൾ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും പ്രോഗ്രാം കരയോഗങ്ങൾ ഇട്ട് കൊടുത്തേ ചെറുപ്പക്കാർ വരില്ലേ? ഇവിടെ തൊട്ടടുത്ത് തൃക്കേപ്പാറ കരയോഗം കഴിഞ്ഞ ദിവസം അവരുടെ പരിപാടിക്ക് ചെന്നപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെ വെല്ലുന്ന രീതിയിൽ അത്ര അടുക്കും ചിട്ടയോടും കൂടി, അരുണിനെ പോലുള്ള മുടക്കുഴക്കാർക്കൊക്കെ അറിയാം ഇല്ലേ, പ്രിയേഷ് അറിയാമല്ലേ, എന്ത് അടിപൊളിയായിട്ടാണ് അവരവിടെ ഭജൻസ് അവതരിപ്പിച്ചത്. 32 കുട്ടികൾ സ്റ്റേജിൽ ഇങ്ങനെ നിരന്നിരിക്കുക. ഏറ്റവും മുമ്പിലിരിക്കുന്ന അനീഷിൻ്റെ മകന് പ്രായം വെറും 3 വയസ്സ്. എത്ര അടുക്കും കൂടി ചമ്രം പടഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് അവൻ്റെ ഇരിപ്പ് കാണണം അവിടെ. എന്ത് ഭംഗിയായിട്ട് അവനെ കൊണ്ട് മുഴുവൻ ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അടുക്കും ചിട്ടയുമായിട്ട് ആ കുട്ടികളിരുന്ന 3/4 മണിക്കൂർ നേരം ആ കുട്ടി അവിടെ ഇരുന്നു.
3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അവിടെ ഇരിക്കുക. അപ്പം ചെറുപ്പക്കാർ വരില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ? ഇപ്പം യൂണിയനിലെടുത്ത് നോക്കുക, നിങ്ങൾ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര ചെറുപ്പക്കാരാണ് ഇവിടെ നിൽക്കുന്നത്? ചെറുപ്പക്കാർ വരും. പ്രൊവൈഡഡ് പ്രോഗ്രാംസ് ഉണ്ടാവണം. അവർക്ക് നിങ്ങളുടെ കൊടുക്ക വന്നാൽ എന്തെങ്കിലും മെച്ചം അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വരും, ഒരു സംശയമില്ല. അതിന് സാഹചര്യം ഒരുക്കേണ്ടത് യൂണിയൻ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല, കരയോഗങ്ങൾ കൂടി വിചാരിക്കണം. ഇപ്പോഴേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ജയ് ജയറാം ഇവിടെ ഉണ്ട്. സഞ്ജയ് ഇവിടെ ഇരിപ്പില്ലേ? പുറത്തോട്ട് പോയി. ബാക്കിലിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് സഞ്ജയ് എന്നെ സമീപിച്ചു. സാറേ, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾ യൂണിയന് വേണ്ടിയും കരയോഗത്തിന് വേണ്ടിയും നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അവർ നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ നമ്മളിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പോഴേ സഞ്ജയിൻ്റെ ഒരു സെഷനാണ് അടുത്തത്. നമ്മൾ യൂണിയനിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുക. ഹെൽപ്പ് ഡെസ്ക് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആൾക്കാർ അകന്നു പോകുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളെ സമീപിക്കുമ്പോൾ മര്യാദയ്ക്കൊരു മറുപടി പോലും കിട്ടാതെ വരുമ്പോൾ ഉറപ്പായിട്ടും അവരകന്നു പോകും. ഈ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നത് ആ ഹെൽപ്പ് ഡെസ്കിൽ വരുന്ന എന്താവശ്യവും നടത്തി കൊടുക്കുമെന്നല്ല, നടത്തി കൊടുക്കുവാൻ 100% പരിശ്രമം യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഹെൽപ്പ് ഡെസ്കിൽ വരുന്ന പരാതികൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തും കഴിയുന്നത്ര വേഗം പരിഹാരമുണ്ടാക്കുവാൻ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാവും. അതിനുവേണ്ടിയാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നത്. ഈ ഹെൽപ്പ് ഡെസ്ക് വെറുതെ ഇവിടെ നിന്ന് അതുമല്ല, നമ്മളെ ഏറ്റവും അത്യന്താധുനിക രീതിയിൽ വാട്സപ്പിൽ കൂടെ, വാട്സപ്പ് വരെ അകത്തേക്ക് കടക്കാവുന്ന രീതിയിൽ പോലും ഒരു ഹെൽപ്പ് ഡെസ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് സഞ്ജയ് വിശദീകരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയം, ഒന്ന് ജോബ്. കുട്ടികൾക്ക് പലർക്കും ജോബ് കിട്ടാത്തത്. എന്നാൽ നമ്മളുടെ കൂട്ടത്തിൽ ജോബ് കൊടുക്കാൻ സാധ്യതയുള്ള പലരുമുണ്ട്. ഇവരെ തമ്മിൽ നമ്മൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പം പ്രായമുള്ള അച്ഛനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലേ. അവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം എത്തിച്ചു കൊടുക്കുവാൻ നമ്മളാൽ സാധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അവശ്യ ഘടകമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ ബ്ലഡിൻ്റെ ആവശ്യകത. നമുക്ക് ഇവിടെ ഒരു വോളണ്ടിയർ സംഘത്തെ തന്നെ ഉണ്ടാക്കാം. ഏത് ബ്ലഡ് ഗ്രൂപ്പും ഫോണിൽ കൂടി അവൈലബിൾ ആകത്തക്ക രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാം. ഞാനീ പറയുന്നതൊക്കെ വെറുതെ വീരവാദം അടിച്ച് പോകാൻ വേണ്ടിയാണ്, മീറ്റിങ്ങിൽ നിങ്ങളെ സൂചിപ്പിക്കാനാണെന്ന് ചിലർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും. അതല്ല, അത് ഞാൻ പറയുക മാത്രമല്ല, അടുത്ത് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനോടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, നിങ്ങൾ വലിയൊരു ശക്തിയാണ്. കേരളത്തിൽ ഏകദേശം 14% വരുന്ന വലിയ ഒരു ശക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഒരേ ഒരു സംഗതി, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഇതാണ് ഇന്നത്തെ ഈ നേതൃസംഗമത്തിൽ എനിക്ക് പറയാനുള്ള വിശേഷം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസ് പറയാം. അതിൽ നല്ലത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളും. പിന്നെ നമ്മുടെ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മീഡിയാസ് വളരെ മോശമായിട്ട് നമ്മുടെ നേതൃത്വത്തെ
അപമാനിക്കത്തക്ക രീതിയിൽ പല സോഷ്യൽ മീഡിയാസും അനാവശ്യ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ഇല്ല. ഒരു നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പം നിങ്ങൾക്ക് ആദ്യം കണ്ടു കാണും, BJPയുടെ കൗൺസിലേഴ്സ് ഉണ്ട്, CPMൻ്റെ ഉണ്ട്, CPIയുടെ ഉണ്ട്, കോൺഗ്രസിൻ്റെ ഉണ്ട്, നമുക്കെല്ലാവരും ഒരുപോലെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം പെരുന്നയിലുണ്ടായ സംഭവം പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് പ്രചരണം നടത്തുന്നു. വൈസ് പ്രസിഡൻറ്റിനെ മന്നത്ത് സമാധിയിൽ നമ്മൾ കയറ്റില്ല എന്ന് പറഞ്ഞു. ഈ സംശയമുള്ള ആരെങ്കിലും ഇതിൻ്റെ നേതൃത്വവുമായിട്ടോ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ വിശദീകരണം തരാൻ പ്രാപ്തരായ ആരെയെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? നിങ്ങളത് അറിയണ്ടേ? വെറുതെ സോഷ്യൽ മീഡിയയിൽ അതും ഇതും പറഞ്ഞിട്ട് നമ്മുടെ നേതൃത്വത്തെയും നായർ സർവീസ് സൊസൈറ്റിയെയും പൂർണ്ണമായും ഇകഴ്ത്തുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നമ്മളെ ഇകഴ്ത്താനായിട്ട് സംസാരിക്കുന്നത് നായർ സമുദായം തന്നെ. ഇതിൻ്റെ സംഭവം എന്തെന്ന് ചോദിച്ചാലേ, വൈസ് പ്രസിഡൻറ്റിൻ്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു വൈസ് പ്രസിഡൻറ്റിൻ്റെ സന്ദർശനത്തിന് അദ്ദേഹത്തിൻ്റെ ഈ പ്രോട്ടോക്കോൾ തീരുമാനിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് തീരുമാനിക്കാനും സെക്രട്ടറി തലത്തിലൊരു ഉദ്യോഗസ്ഥനും ഒരു വിങ് തന്നെയുണ്ട്. അതുപോലെ തന്നെ അവരേതെങ്കിലും അതർ സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ അവിടെയും സെക്രട്ടറി തലത്തിലൊരു വിങ്ങുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കോർഡിനേറ്റ് ചെയ്താണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത്. വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രോഗ്രാംസ്, പ്രസിഡൻറ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെ. ആ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ അടുക്കൽ ആവശ്യപ്പെട്ടത് നമ്മുടെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം. അതിനുശേഷം അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഗസ്റ്റ് ഹൗസ് കൊടുക്കണം. ഇത് രണ്ടും അവരെ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ സാങ്ഷനാക്കി. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വലിയ ഒരു ഡോഗ് സ്ക്വാഡും കുറേ പോലീസുകാരും കൂടെ ഇടിച്ചു കയറി മന്നം സമാധിയിലേക്ക് കിടക്കാൻ തുടങ്ങി. അവരോട് ചോദിച്ചു, എന്താ വിഷയം? അല്ല, പ്രസിഡൻറ്റിൻ്റെ പ്രോഗ്രാമിൽ പുഷ്പാർച്ചനയുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പറയില്ലേ, നമ്മളെ അറിയിച്ചിട്ടില്ലല്ലോ. ഇത്രയും സംഭവിച്ചതിനെയാണ് പത്രങ്ങൾ കെട്ടിഘോഷിക്കുന്നത്. സുകുമാരൻ നായർ സാറിനെ ഇപ്പം പിടിച്ചകത്തിടുമെന്നാണ് പറയുന്നത്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ. ഏറ്റവും രസകരമായ സംഭവം, നമ്മുടെ കൂട്ടത്തിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികൾ പോലും ഇത് കേട്ടതിന് പിന്നാലെ അടുത്ത അവരുടെ വാചകം, അദ്ദേഹം ശരിയല്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ ഇതിൽ നായർ സർവീസ് സൊസൈറ്റി എന്താണ് തെറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകൾ ഭയങ്കരമായിട്ട് കെട്ടിഘോഷിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല? ഈ ചാനൽ പറയുന്നതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണോ നമ്മുടെ പണി? നമ്മളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിലല്ലേ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതുപോലെയാണ് ഓരോ സംഭവങ്ങളും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നും അദ്ദേഹത്തിനെ കാണാൻ പോയി ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിച്ചവർക്ക് ആർക്കും തന്നെ ഒരു പരാതിയും പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം രാജനൊക്കെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് അവിടെ. ആര് ചെന്നാലോ അദ്ദേഹം ഊഷ്മളമായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഇന്നത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നു എന്ന് മാത്രം. അപ്പം എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ എന്തായാലും നമ്മൾ കുറച്ച് പേര് ഇതിൻ്റെ പിന്നാലെ കരയോഗത്തിൻ്റെയും യൂണിയൻ്റെയൊക്കെ ഭാരവാഹികളായിട്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മളുടെ ഓരോ കരയോഗങ്ങളിലും നിങ്ങൾക്കറിയാം 100 മുതൽ 200 വരെ കരയോഗം
കുടുംബാംഗങ്ങളില്ലാത്ത കരയോഗങ്ങളില്ല. അവിടെ എത്രയോ മെമ്പേഴ്സുണ്ട്. അവർക്ക് കഴിയുന്നിടത്തോളം എല്ലാ വിഷയങ്ങളിലും ചെയ്യാവുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പരസ്പരം ഒരു ബന്ധമുണ്ടാവും. ആ ബന്ധം നമ്മളുടെ പരസ്പരമുള്ള യോജിപ്പ് ഊട്ടി ഉറപ്പിക്കാൻ ഉപയോഗിക്കാം. ഞാൻ ഈ പറയുന്ന സബ്ജക്ട്സിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശരിക്കു പറഞ്ഞാൽ യൂണിയൻ്റെ ചുമതല എന്ന് പറയുന്നത് കരയോഗങ്ങളുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ആ പ്രവർത്തനത്തിനപ്പുറം യൂണിയൻ ഇപ്പോഴുള്ള ഭാരവാഹികൾ കരയോഗങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു തരുവാൻ തയ്യാറായിട്ടിവിടെ നിൽക്കുകയാണ്. നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചു. നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തക യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ദൂരീകരണം സംഭവിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് രഞ്ജിത്ത് അശമന്നൂർ, പ്രവർത്തക യോഗം മേഖലാ തലത്തിൽ സംഘടിപ്പിക്കണം. വളരെ നല്ല ആശയമാണ്, വളരെ നല്ല ആശയമാണ്. നമ്മുടെ ഇതുപോലെ താലൂക്കിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ടും എല്ലാവർക്കും സമയം കിട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ കരയോഗത്തിലും നമുക്ക് മേഖലാ തലത്തിൽ സംഘടിപ്പിക്കുമ്പം കരയോഗം, വനിതാ സമാജം, സ്വയം സഹായ സംഘം ഇവരുടെ പ്രധാന പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കും. അവരുടെ കണക്കുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. നമ്മുടെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്ന സംബന്ധിച്ച കാര്യങ്ങൾക്ക് അതെല്ലാം ഒരു നല്ല ഒരു സജഷനാണ് രഞ്ജിത്ത് പറഞ്ഞത്. നമുക്ക് ഭാവിയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഹെൽപ്പ് ഡെസ്ക് നല്ല ആശയമാണ്, പ്രത്യേകിച്ച് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു. അതും വളരെ നല്ല അപ്രിസിയേഷന് നന്ദി പറയുന്നു രഞ്ജിത്തിന്. അതുപോലെ തന്നെ സുനിൽ കുമാർ സൗത്ത് മഴുവന്നൂർ, അദ്ദേഹം പറഞ്ഞ വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചന സംബന്ധിച്ച കാര്യം അല്ലേ, അത് സാറത് വിശദീകരിച്ചു. അത് കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ സാറ് തന്നെ അത് പറഞ്ഞോളൂ. പിന്നെ കുഴൂര് സുനിൽകുമാർ വ്യക്തമായിട്ട് അങ്ങോട്ട് ശരിയായിട്ടില്ല അത് പറഞ്ഞത്. യോഗ പരിശീലനം സംബന്ധിച്ച കാര്യമല്ലേ ആദ്യം പറഞ്ഞത് അല്ലേ? യോഗ പരിശീലനം എല്ലാ കരയോഗങ്ങളിലും വേണമെന്നുള്ളത് അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. യോഗ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ അത് കാര്യങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ അത് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് സാധാരണ പതിവ്. അത് നമുക്ക് വീണ്ടും ആലോചിക്കണം. അതിനൊരു തുടർച്ച ആണ് ഉദ്ദേശിക്കുന്നത് സുനിൽകുമാർ അല്ലേ? ശരി. വിഷൻ C+ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞു. പിന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ വ്യവസായ സംരംഭം തുടങ്ങുന്ന കാര്യം പറഞ്ഞു. അതും വളരെ നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ സമുദായങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സജഷനാണ് സുനിൽകുമാർ പറഞ്ഞത്. അത് വേണുഗോപാൽ വാഴക്കുളം, ജനപ്രതിനിധികളെ പേരെടുത്ത് പറയേണ്ടതായിരുന്നു സ്വാഗതത്തിലെന്ന് പറഞ്ഞു. അത് ആദ്യമേ തന്നെ എല്ലാവരും എത്തിയില്ല. ആദ്യമേ വന്നത് 2-3 പേരാണ്. നമ്മൾ സ്വാഗതം ആശംസിക്കുമ്പോൾ ഇവിടെ ഉള്ളത് 5 പേരാണ്. 25 പേരെയാണ് നമ്മൾ നേരിട്ട് വിളിച്ചത്. അതെല്ലാവരും ഇല്ലായിരുന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാമായിരുന്നു. ആരൊക്കെ വന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ പോയി ലിസ്റ്റ് എടുത്തില്ല. എല്ലാവരും വന്നിരുന്നുവെങ്കിൽ എല്ലാവരെയും നമുക്ക് പേരെടുത്ത് പറയാമായിരുന്നു. അത് കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അവരെ വിളിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ ഒരു ഇത് കൊടുത്തു എന്നുള്ളതാണ്, ഒരു അനുമോദനം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പിന്നെ യൂണിയനിൽ നടക്കുന്ന പരിപാടികൾ അറിയുന്നില്ല എന്നൊരു ഇത് പറഞ്ഞു അല്ലേ? അങ്ങനൊരു കാര്യം പറഞ്ഞു. എല്ലാ പരിപാടികളും നമ്മൾ യൂണിയനിൽ നടക്കുന്ന പരിപാടികൾ അറിയിക്കാറുണ്ട്. എല്ലാ പരിപാടികളും ഇലക്ഷൻ നമ്മൾ അറിയിച്ച് നമ്മുടെ പിന്നെ വക്കീലിനെ കൊണ്ട് നമ്മൾ സൈൻ ജയിച്ചിട്ടാണ് ഓരോരുത്തരെയും യൂണിയൻ പ്രതികളെ നമ്മൾ അറിയിക്കുന്നത്. എല്ലാവർക്കും നമ്മൾ നോട്ടീസ് അയച്ചു കൊടുത്തു ഇലക്ഷൻ സംബന്ധിച്ച കാര്യത്തിന്. പിന്നെ പ്രതിനിധിസഭ സംബന്ധിച്ച കാര്യത്തിനാണെങ്കിലും ശരി നമ്മൾ എല്ലാവർക്കും അയക്കാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കാരണം പോസ്റ്റ് ഓഫീസാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം ഡിലേ വരാം, ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ഡിലേ വരാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കുലർ നമ്മൾ വ്യക്തമായിട്ട് സർക്കുലർ പറയുന്നുണ്ട്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, യൂണിയൻ പ്രതികൾ, ഇലക്ട്രോ മെമ്പർ എന്നിവർ പങ്കെടുക്കണമെന്ന് വ്യക്തമായിട്ട് ആ സർക്കുലർ സെക്രട്ടറിക്ക് അയച്ച സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സർക്കുലർ അയച്ചതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഈ സർക്കുലർ എല്ലാ കരയോഗ സെക്രട്ടറിമാർക്കും അയച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു അറിയിപ്പായിട്ട് കണക്കാക്കണം എന്ന് പറയും നമ്മുടെ സെക്രട്ടറിമാരുടെയും പ്രസിഡന്റുമാരുടെയും ഗ്രൂപ്പിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ പ്രഭാകരൻ ചേട്ടൻ പറഞ്ഞത് ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകണം എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്
NSS പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. കാരണം 2014 നമ്മൾ ആധ്യാത്മിക പഠന കേന്ദ്രം തുടങ്ങണം എന്ന് തീരുമാനിച്ചു. മിക്ക കരയോഗങ്ങളിലും നമ്മൾ തുടങ്ങി. പക്ഷേ നമ്മുടെ കോവിഡിന് ശേഷം പല കരയോഗങ്ങളിലും അത് ഒരു നിന്ന അവസ്ഥയിലാണ്. അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും കരയോഗത്തിൻ്റെ ആ ഒരു സഹകരണത്തോടു കൂടി നമുക്കത് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാം. പിന്നെ സുധാകരൻ ചേട്ടൻ പരിയാരം ശബരിമല വിഷയത്തിലെ കേസ് പിൻവലിച്ചിട്ടുള്ള അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ സാറ് സംസാരിക്കും. അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യവും കുട്ടികൾക്ക് യാത്ര സംഘടിപ്പിക്കണം. പിന്നെ ശരത്ത് മുടക്കുഴ പറഞ്ഞ കാര്യം, പുഷ്പാർച്ചന സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിശദീകരണം വേണം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യം നമ്മളെ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരെ വിളിച്ച് ഒരു പ്രവർത്തക യോഗം വിളിച്ച് അതിൽ വിശദീകരിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ ചെന്താമരാക്ഷൻ അദ്ദേഹത്തിൻ്റെ കരയോഗം എനിക്ക് വ്യക്തമായില്ല. വെങ്കട അദ്ദേഹം പറഞ്ഞ കാര്യവും നേതൃത്വം നല്ല രീതിയിലാകണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് നേതൃത്വം പോകുന്നത്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കൊക്കെ ഓരോ രാഷ്ട്രീയമുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണ് നമ്മൾ ഓരോ കാഴ്ചപ്പാട് ഒരു കാര്യം തന്നെ പലരും പല രീതിയിലായിരിക്കും ആ കാഴ്ചപ്പാട് കാണുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണതെല്ലാം. പിന്നെ ശ്രീകാന്ത് ഏഴിപ്പുറം അദ്ദേഹം പറഞ്ഞ കാര്യത്തിനും സാറ് മറുപടി പറയും. പ്രധാനമായും 2 ചോദ്യങ്ങൾക്കാണ് മറുപടി പറയുന്നത്. ഒന്ന്, പരിയാരത്തുനിന്ന് ചോദിച്ച ചോദ്യം, കേസുകളെല്ലാം പിൻവലിച്ചില്ല, അതല്ലേ? സുധാകരൻ അതിനകത്തുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കോടതിയിൽ 2 തരം കേസുകളാണ്, കോമ്പൗണ്ടബിൾ ഒഫൻസും നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസും. കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇൻജേർഡ്, അതായത് പരിക്ക് പറ്റി അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടി മാത്രം വന്നു പറഞ്ഞാൽ തീർക്കാവുന്ന കേസുകൾ. നോൺ കോമ്പൗണ്ടബിൾ കേസെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാലും ജഡ്ജി ആ കേസ് തീർക്കില്ല. താരതമ്യേന കുറച്ചുകൂടെ സിവിയറായിട്ടുള്ള കേസുകൾ. അതായത് സിമ്പിൾ ഒഫൻസ് ആണെങ്കിൽ അത് കോമ്പൗണ്ടബിളാണ്, കുറച്ച് സിവിയർ ഒഫൻസ് ആണെങ്കിൽ അത് നോൺ കോമ്പൗണ്ടബിളാണ്. സിമ്പിൾ ഒഫൻസ് മാത്രമേ കോടതിയിൽ അവർക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസിൽ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റിനെ വിസ്തരിച്ച് കേസിൽ തീർപ്പ് കൽപ്പിച്ച് അവസാനിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. കോമ്പൗണ്ടബിളായുള്ള ഒഫൻസ് മുഴുവൻ പിൻവലിച്ചു കഴിഞ്ഞു സർക്കാർ. അതുകൊണ്ടാണ് ബാക്കി കുറച്ച് കേസുകൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ സാറിനെതിരെ വരെയുള്ള കേസുകൾ നോൺ കോമ്പൗണ്ടബിൾ ആയതുകൊണ്ട് പെൻഡിങ് ആണ്. അതൊന്നും തീർക്കാൻ പറ്റിയിട്ടില്ല. തീർക്കണമെങ്കിൽ വിസ്തരിച്ച് മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ അയ്യപ്പ സംഗമത്തിന് പോയത് എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, മന്നത്ത് പത്മനാഭനായിരുന്നു ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അന്ന് തൊട്ട് ശബരിമലയിലെ എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയിൽ ഇവിടുത്തെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എതിർക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. നമ്മളാണ് ആദ്യത്തെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത് ഏറ്റെടുത്തു. അവിടെയും ഇതിനെതിരെ കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്യാൻ ആരും തയ്യാറായില്ല. അത് ചെയ്തത് നായർ സർവീസ് സൊസൈറ്റിയാണ്. റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് 9 അംഗ ബെഞ്ചിന് വിട്ടു. അങ്ങനെയാണ് അന്നത്തെ ആ കോലാഹലം അവിടെ അടങ്ങിയത്. 9 അംഗ ബെഞ്ചിന് ഇത് വിട്ട് കൺസിഡറേഷനിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ദേവസ്വം മിനിസ്റ്റർ വാസവനും അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്തും കൂടി നമ്മുടെ പെരുന്ന ഓഫീസിൽ വരികയും ശബരിമല വിഷയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ
നമ്മൾ സജസ്റ്റ് ചെയ്തതനുസരിച്ചാണ് കേസുകൾ പിൻവലിക്കണം. അതുപോലെ തന്നെ ശബരിമലയിൽ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ആ വേർഷൻ പാടില്ല എന്ന നിങ്ങളുടെ ആ അഭിപ്രായം തിരുത്തണം. അതാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു യുവതീ പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് 2 കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു. കേസുകൾ കോമ്പൗണ്ടബിൾ ഒഫൻസ് എല്ലാം പിൻവലിച്ചു. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പ്രഖ്യാപിക്കാനായിട്ട് അയ്യപ്പ സംഗമം നടത്താം, നിങ്ങൾ പങ്കെടുക്കുമോ എന്ന് നമ്മളോട് ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമുക്ക് വെറും രാഷ്ട്രീയക്കാരനാവാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് നമ്മൾ. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത്, അല്ലാതെ നമ്മൾ വേറൊന്നും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ചോദിച്ചത് സുനിൽ പറഞ്ഞൊരു വിഷയം. സുനിൽ, നമ്മുടെ ഭാഗത്തേക്ക് അവർ റിക്വസ്റ്റ് പോലും തന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പുഷ്പാർച്ചനയ്ക്ക് അനുവദിക്കണം. റിക്വസ്റ്റ് ഇല്ലാതെ നമ്മളെവിടെയാണ് അത് അനുവദിക്കുന്നത്? പിന്നെ ഒരു കാര്യം ശരിയാണ്, നമ്മൾ അന്നെടുത്ത ഒരു സമീപനം, നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്തൊരു വിഷയത്തിൽ അനാവശ്യമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ നമ്മളതിനെ സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റാണ് കുറേ മാധ്യമങ്ങൾക്ക്. അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ അതിന് ഡബിളായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് മറുപടി വരും. പിന്നെ നമ്മൾ വീണ്ടും മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ ഒരു ആവർത്തന വിരസത ഒഴിവാക്കുക എന്നുള്ളൊരു നല്ല നയം പലപ്പോഴും ചില ആക്രമണകാരികളെ സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ചൊന്ന് വായിട്ടലച്ചിട്ട് അവർ നിർത്തിപ്പോയിക്കോളും. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2 സെക്ഷനായിട്ടാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഇന്നിവിടെ സമാപിക്കുന്നത്. ഒന്ന്, നമ്മുടെ താലൂക്കിലുള്ള കരയോഗങ്ങളിൽ നിന്നുള്ള വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും, അത് കഴിഞ്ഞ് കരയോഗ പ്രവർത്തക യോഗവുമാണ്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ അതിൽ പങ്കെടുക്കുവാനും അതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം മറ്റൊന്നുമില്ല, MSSൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എപ്പോഴാ മീറ്റിങ്ങിൽ പറയാറുണ്ട്, വനിതകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനവുമായി മുമ്പോട്ട് വരുന്നു എന്നുള്ളത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട സാമ്പത്തികവും അതുപോലെ സാമൂഹ്യ രംഗങ്ങളിലുള്ള വനിതകളുടെ പ്രാതിനിധ്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഭിമാനവും തോന്നി. മറ്റൊന്നുള്ളത്, കുന്നത്താട് താലൂക്ക് യൂണിയൻ ഇതിന് മുമ്പെല്ലാം എനിക്ക് തോന്നുന്നു 2017 ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ജനപ്രതിനിധികളെ വിളിച്ച് ഒരു സ്വീകരണം നൽകിയത്. അത് ആദ്യമായിട്ട് നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. പിന്നെ മറ്റൊന്ന്, സംഘടനാ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ദീർഘമായി തന്നെ യൂണിയൻ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെ നിങ്ങളും അതിൽ ചർച്ചകളിൽ പങ്കെടുത്തു. അതിൽ കരയോഗ യൂണിയൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നു. അത് നിങ്ങളുടെ എല്ലാവരെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് സംഘടനാ പ്രവർത്തക യോഗത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വച്ചത്. ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ ഇന്നത്തെ യോഗ അധ്യക്ഷൻ ശ്രീ CS രാധാകൃഷ്ണൻ, യൂണിയൻ വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റത് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡൻറ്റുമായ അഡ്വക്കേറ്റ് ശ്രീ ശിവകുമാർ സാർ, അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ രാജഗോപാലാണ്. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ശ്രീ രാജഗോപാലിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.
വനിതാ യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ, അതുപോലെ തന്നെ യൂണിയൻ്റെ മറ്റ് സ്റ്റാഫ്, അതിനേക്കാളുപരി ഈ ഇന്നത്തെ യോഗം വളരെ സമ്പുഷ്ടമാക്കിയ കരയോഗത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ യൂണിയൻ പ്രതിനിധികൾ, ഇലക്ട്രോൾ മെമ്പർ, പിന്നെ എൻ്റെ സഹപ്രവർത്തകരായി ഇവിടെ എത്തിച്ചിട്ടുള്ള യൂണിയൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ഏവരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് NSS.